ചേട്ടാ എത്രയായി? 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 10 10 30. ഏട്ടാ ഏട്ടാ പോണു. അവൻ്റെ 10 വേണ്ടേ? കണക്ക് തെറ്റി. 15 15 30. ഏട്ടാ 5 രൂപ തരാ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്, അവൻ്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നതൊക്കെ. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തും എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ? വന്ന് വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ ഇങ്ങനെ പതറല്ലേ? നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിക്കുന്ന. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ, ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ആ ഓടിക്കോ. പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമ എവിടെയാ ചേർന്നേ? എക്കണോമിക്സിന് തന്നെയല്ലേ? ആ കോമേഴ്സ് തന്നെ. വാ, പിന്നാലെ കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ് മിടുക്കൻ. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ രണ്ടുപേരും വരണം. ശരി. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട് തുള്ളിച്ചോടി പോയി? നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. അവൻ ഇതെങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ഇവിടെ ഈ കോളേജിലാ? അപ്പൊ ബോംബെ പഠിച്ചിട്ടും ബോധമില്ല. എന്തായി കണ്ടാ? ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നേ? അത് ശരി. അപ്പൊ ഇതൊരു സ്പോട്ട് ചെയ്തില്ലേ? പിന്നെന്തോ പ്രണയം സ്പോട്ട് ചെയ്യാൻ അവളെന്താ പുള്ളിപ്പുലേ? നിനക്ക് ഇതിന്റെ ഒരു നാക്കറിയില്ല. ഞാനിവിടെ വരാം. ഇങ്ങോട്ടാ കണ്ടുപിടിക്കണ്ടേ? നീ ഇവിടെ ഞാൻ ഉണ്ടായിക്കോളാം. ഒടുവിൽ തിരഞ്ഞ നിന്റെ കണ്ണുകൾ നിധിയേ, ആ നോട്ടമെന്റെ ചങ്കിനുള്ളിലായി ഇവിടെ മുളയിൽ ചെറുമുള്ളു പോലെ ഉടനറിയും സ്നേഹമോടെ വരവറിയാൻ നിന്നു ഞാൻ. ഉയരട്ടെ വാനമോ പ്രണയം. അപ്പൊ പ്രതികാരം അതിന് ഇനി സമയമുണ്ടല്ലോ. അല്ലെങ്കിലും ഈ പ്രണയത്തിന് മുന്നിൽ പ്രതികാരത്തിന് എന്ത് സ്ഥാനം? ഇല്ല.